മണിക്കൂറോളാണ് കഥ പറഞ്ഞത്. ഞാൻ സിനിമ പോലും 3 മണിക്കൂർ ഒരുമിച്ച് കാണുന്നത് കുറവാണ്. പക്ഷേ അത് കേട്ടപ്പം അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ മമ്മൂക്ക ഇങ്ങനെ കൃത്യമായിട്ട് ഇത്ര കാര്യങ്ങൾ പറയുന്നത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. അതായത് ഈ കഥ പറയുന്ന സമയത്ത് അന്ന് നമ്മൾ ചില കാര്യങ്ങൾ നമുക്കറിയാം, വേച്ച് കെട്ടിയാൽ മുളച്ചിരിക്കുന്നു പറയില്ലേ. പക്ഷേ ഈ സിനിമ മമ്മൂക്ക, മോഹൻലാൽ അങ്ങനെയുള്ള വലിയ വലിയ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക ഇങ്ങനെയുള്ള വലിയ പടങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ചെയ്തൊരു പടമല്ല. ഇതൊരു കഥ വന്നു, അത് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് വന്ന് ലാലേട്ടന് പകരം സുരേഷ് ഗോപി അല്ലേ സാറായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീടാണ് ആദ്യം എൻ്റെ അടുത്ത് വന്നെങ്കിലും അന്ന് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഇവർ കണ്ടില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വീണ്ടും ആൻഡ്രൂ ഭായ് വന്നിട്ട് പറഞ്ഞു, സലീം ഭായ് ഉണ്ട്, സുഭാഷ് ഭായും കൂടെ കൂടുന്നു, ലാലേട്ടനും സിനിമയുടെ ഭാഗമാണ്. അങ്ങനെ ഇറ്റ്സ് എ കണ്ടന്റ് ഡ്രിവൺ എന്ന് കറക്റ്റായിട്ട് മമ്മൂക്ക പറഞ്ഞത് ശരിയാണ്. ബാക്കി പിന്നീട് ഈ പടം തന്നെ വലുതായി വരികയായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ഫസ്റ്റ് പടമാണ്, ഞാൻ പ്രൊഡക്ഷൻ്റെ ഭാഗമാകുന്ന ഫസ്റ്റ് പടമാണ്. അതിൽ മമ്മൂക്ക ലാലേട്ടൻ്റെ പടത്തിൽ ഭാഗമാകുമ്പോൾ ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷേ ഈ പടം നാച്ചുറലി വലുതായതാണ്. അല്ലാണ്ട് ഈ ഓരോ ആക്ടേഴ്സും അവർ പറഞ്ഞു കണ്ടന്റ് ഡ്രിവൺ ആയിട്ട് വന്നതാണ്. അതുകൊണ്ട് സോ ഐ തിങ്ക് ഇറ്റ്സ് ഉണ്ട്. ഏതാണ് ഏറ്റവും അധികം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് മുതൽ മുടക്ക് നടത്തുമ്പോൾ ഒരുപാട് ചിന്തകളുണ്ടാവും. അതിൽ എന്തിലാണ് ഏറ്റവും അധികം സ്വയം കോൺഫിഡൻസ് നൽകിയത്? ശരിക്കും പറയുന്ന സുഹൃത്ത് ആൻഡ്രൂ ജോസഫാണ് ഇതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചത്. പിന്നെ ഇതൊരു ജീവിതത്തിലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഒരുമിച്ച് അവതരിപ്പിക്കുന്നത്. മമ്മൂക്ക പിന്നെ ഞങ്ങളുടെ ഒരു അംബാസഡർ കൂടിയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പടത്തിലേക്ക് ഒന്ന് കാലുവയ്ക്കാൻ പോയത് തന്നെ വളരെ വലിയ ഭാഗ്യമായിട്ടും കാണുന്നു. അത് തന്നെയാണ്. മാത്രമല്ല മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാവും എന്ന് ഉറപ്പ് മനസ്സിലുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് പ്രവേശനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. ഞങ്ങൾ 3 പേര് ഇപ്പോൾ ഇതിനകത്ത് പ്രൊഡ്യൂസർമാരുണ്ട്. ഞങ്ങളുടെ അമരക്കാരനായ ആൻഡ്രൂ ജോസഫ് കഴിഞ്ഞ 1.5 വർഷമായി ഈ സിനിമയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഈ സീറ്റിൽ വന്നിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് വളരെ വിഷമപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മഹേഷിൻ്റെ ഒപ്പം തന്നെ വളരെ ഒരു 1.5 വർഷത്തെ ഹാർഡ് വർക്ക് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ ഇവരെല്ലാം അടങ്ങുന്ന ഒരു സിനിമയിൽ ഈ ജന്മത്ത് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. മമ്മൂക്ക, മഹേഷ് രണ്ടുപേരോട്